വെണ്ണിലവേ വെണ്ണി വെള്ളി നിലവേ കാതൽ പെട്ടും നിലവിൽ കാതൽ പേസും അപ്പൊ എല്ലാവർക്കും വെൽക്കം ഗൈസ്. നമ്മൾ കുറച്ചുനാള് കണ്ടിട്ടൊന്നുമില്ലായിരുന്നു. അതെന്തുകൊണ്ടാ സ്നൈപ്പ് കണ്ടിട്ടില്ല? സൗകര്യമില്ലാത്തോണ്ട്. എന്തുകൊണ്ട്? ആ ഞാൻ തോന്നുമ്പോഴും തോന്നുമ്പോ പോവും. ചില്ലറ പ്രശ്നമൊന്നും അല്ലല്ലേ നമുക്ക്. എനിക്കല്ല നിനക്ക് കടി വന്നിട്ട് സൊല്ലടാ തിരുമ്പി വന്നിട്ട് അന്നൊരു അടി കഴിഞ്ഞു പോയതാ. ലുക്ക് കണ്ടാ നീ ഇപ്പൊ? എടാ വീണ്ടും പഴയ ലുക്ക്. എടാ നീ മറ്റേ വീരപ്പന്റെ മീശയും വലിയൊരു ചന്തി വരെ നീളമുള്ള മുടിയും വെച്ച് നടന്നവനല്ലേ? ആ എന്നെ പോലീസുകാർ പിടിച്ച് മുടിയൊക്കെ വെട്ടി. നിന്നെ കൊറേ നാളായിട്ട് കാണാത്തോണ്ടേ എനിക്കൊരു സാധനം തരാന്ന് പറഞ്ഞിട്ടായിരുന്നു. നീ ആര്? സുരേഷ് ഗോപിയെ? അതെങ്ങനെ കാണിക്കുന്നേ ഒന്നൂടെ എനിക്കിടെ പറഞ്ഞ. മോഹൻ തോമസിന്റെ ഉത്തിഷ്ടം അമൃതവും കൂട്ടിക്കൊഴിച്ച് 4 നേരം വിഷ്ടാംഗ വെട്ടി വിഴുങ്ങുന്ന നിന്നെ പോലെയുള്ളവർക്ക് പേര് തരൂ. എനിക്ക് ചേരില്ല. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. പണ്ടത്തെ പോലെ ദേഹമൊന്നും അനങ്ങുന്നില്ലേ? ഇന്നൊന്ന് അനക്കി എടുക്കാൻ വേണ്ടി വന്ന. സാധാരണ കുതിരയൊക്കെ റോട്ടിൽ കൂടിയല്ലേ വല പോണേ? കാറൊന്നുമില്ലല്ലോ റോട്ടിൽ കൂടെ പോവാൻ. കുതിര ഇന്ന് വള്ളത്തിൽ കൂടി പോകും. ഓ എടാ പാവം പിടിച്ച കുതിരടാ. വല്ല പുല്ലെങ്കിലും ഇട്ട് കൊടുക്കടാ അതിന് തിന്നാനായിട്ട്. വല നിന്റെ നേരത്തെ കുതിര. വാട്ട് എ വ്യൂ. ഏതാ മോനെ? സാധനം ഓളിട്ടത് കേട്ടെ, അത് ഞാൻ മാത്രമേ കേട്ടുള്ളൂ. ഞാൻ കേട്ടില്ല. ഇങ്ങനെ ഒന്നും പോണ്ട. അയ്യോ ബാക്കില് അയ്യോ ഓടിക്കോ. അയ്യോ ഇതെങ്ങനെ വീണ്? ആ കുതിര തള്ളിയിട്ട്. നല്ല അന്തസ്സുള്ള കുതിര. അയ്യോ ചവിട്ടിയൊക്കെ കൊല്ലുന്നതാ. അയ്യോ വായിക്കാത്തിട്ട് ചവിട്ടിയൊക്കെ കൊല്ലുന്നു. എനിക്കിപ്പോ ഇതൊക്കെ കൈക്കിടിച്ചിടാന്നുള്ളു, മനസ്സിലായ? ഇന്നാളൊരു കരടീനെ ഞാൻ മറ്റേ മുട്ടയെ കൊണ്ട് ഇടിച്ചു വന്നിരിക്കുന്നു. മറ്റേ ചാവാൻ കിടന്ന കുറുക്കനെ എങ്ങനെ ഒരു ചവിട്ടിന് കൊന്നിട്ട് അവന്റെ ഡയലോഗ് ഉണ്ടല്ലേ, മുട്ടായി കൊണ്ട് അവൻ കരടീനെ പിടിച്ചെന്നു. കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ആ ട്രെയിൻ പിടിക്കായിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയപ്പോ നേരത്തെ കള്ളന്മാരെ പോലെ ചാടിക്കായിരുന്നു. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത് ശീലമില്ല. പറയുന്നത് കേട്ടാ മതി. വാ ഒന്ന് ട്രെയിനിൽ കയറാൻ നോക്കും. ആദ്യം ഒരു കാര്യം നോക്കട്ടെ. ആദ്യം നമ്മൾ പോകുന്ന വഴിക്കാണ് ട്രെയിനിൽ ആദ്യം പോകുന്നത് നോക്കണം. ട്രെയിൻ പോകുന്ന റൂട്ട് നമ്മൾ മാറ്റും. നമ്മൾ പോകുന്ന റൂട്ടിൽ വേണം ഇനി ട്രെയിൻ പോവാൻ, മനസ്സിലായ? അല്ല ഇത് കഴിഞ്ഞ റൂട്ട് മാറ്റിയല്ല, ട്രെയിൻ നമുക്ക് ഓടിക്കാം. അവനെ പിടിച്ചിടി. നമ്മൾ പോകുന്ന റൂട്ടിലൂടെ പോയാൽ മതി. പറ്റത്തില്ലെന്നോ? എന്താടാ എനിക്ക് പറ്റാത്ത? അവിടെ ഞാൻ ഓട്ടിക്കോളാം ട്രെയിനൊക്കെ. ഒരു പ്രശ്നമുള്ളൂ ഇതിലിപ്പ. നീ എന്തിനാണ് ഈ തലയെടുത്ത് വെളിയിലോട്ട് ഇടുന്നത്? ഫ്രണ്ടിൽ നേരെ നോക്കിയാലും ഫ്രണ്ട് തന്നെ അല്ലേ കാണുന്നേ? അല്ല ഇതിലിപ്പോ ഒരു പ്രശ്നമുണ്ട്. എന്തു പറ്റി? ഇതില് ബ്രേക്ക് ഇടാൻ എനിക്ക് അറിഞ്ഞൂടാ. അത് കുഴപ്പമില്ല, സ്ഥലം എത്തുമ്പോ നീ പറഞ്ഞാൽ മതി, ഞാൻ ചാടിക്കോളാം. അന്നാ വിട്ട സീനില്ല, ഞാൻ ഓടിക്കേറിക്കോളാം. ഇതൊക്കെ നമ്മളെത്ര കണ്ടിട്ടുള്ളതാടാ. പണ്ട് ഫ്ലൈറ്റിൽ നിന്ന് ഒരു വട്ടം വീണേ ഞാൻ, എന്നിട്ട് ചെയ്യാത്തില്ല. അപ്പോഴാ ട്രെയിന്. ഇവിടെ ഫ്ലൈറ്റ് ഇല്ല, കുതിരയും ഡോങ്കിയും മാത്രമേ ഉള്ളൂ. ഡോങ്കിന്റെ സത്യം പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരെ കൊന്നിട്ട് ഈ പാലത്തിന്റെ അടിയിലൊക്കെ കൊണ്ടുവന്നിട്ട് കെട്ടി തൂക്കി തരണം. നല്ല രസമായിരിക്കും. അതിന്റെ പേര് കഴപ്പന്നല്ലേ ബ്രോ? ബാക്കിലോട്ട് വേണം. ഇന്നിപ്പം എന്താ പരിപാടി വല്ലോ അറിയാവോ? ഇല്ല, നമ്മളിപ്പോ ആരോ കാണാൻ പോയി. ഞാൻ നിനക്കൊരു സാധനം തരണ്ട. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മുട്ടയും ഇടിച്ചു വന്നിട്ട് കരടിയില്ല, എന്റെ നെയ്യ് എടുത്തായിരുന്നു. നിനക്ക് മറ്റേ നടുക്കും അത്ര താടി വളർന്നില്ല, ബീഫ് വളർന്നില്ല എന്ന് പറഞ്ഞു. അല്ല അവിടെ തേച്ച് ചിലപ്പോ വളരും. നീ ഉണ്ടാക്കല്ലേ നീ അങ്ങ് കേട്ടാ. നിനക്കാദ്യം താടി വളർത്ത്, എന്നിട്ട് മതി എനിക്ക്. ഞാൻ സ്വീറ്റിനെ കാണാൻ വേണ്ടി വെച്ചതാ. ഓ സംഭവം എനിക്ക് കാര്യം എന്താന്ന് മനസ്സിലായി. സ്വീറ്റിയുടെ ഭർത്താവിന് താടിയില്ല, പക്ഷെ കാമുകന് താടിയുണ്ട് എന്നും പറഞ്ഞ് നീയും താടി വളർത്തിയെന്ന് പറഞ്ഞ് സ്വീറ്റ് നിന്റെ കൂടെ ഒന്നും വരത്തില്ല കേട്ടോ. അതിന് എന്നെ പോലെ കുറച്ച് ലുക്ക് കൂടെ വേണം, താടി മാത്രം പോരാ. കണ്ടില്ലേ എന്തൊരു സൗന്ദര്യം. അയ്യോ എനിക്കെന്താ പറ്റിയടാ? തണുക്കുന്നടാ. അയ്യോ തണുക്കുന്നടാ, തണുത്ത് വിറയ്ക്കുന്നടാ. അവര് പണി തരുന്നു, നമ്മള് ചെയ്യുന്നു. പണി ഇഷ്ടപ്പെട്ടാ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. കണ്ട ആക്രി പരിപാടിക്കൊന്നും നമ്മള് കാണത്തില്ല കേട്ടാ. നമ്മള് സത്യം പറഞ്ഞ വിഷു കാണത്തില്ലേ? പോലീസുകാരുടെ ഒപ്പം നിൽക്കും, റോബർ ചെയ്യാനും നിൽക്കും. സത്യം, കള്ളന്മാരുടെ സൈഡിലും നമ്മളുണ്ട്, പോലീസിന്റെ സൈഡിലും നമ്മളുണ്ട്. അതിനെ നമ്മളെ ഭാഷയെ
Better stay out of too much. Not outlaws, the real robbers. Industrialists with deep pockets. And good luck, everyone. സ്നേഹിപ്പേ അവൻ പറഞ്ഞതെന്ന് വെച്ചാല് സാധാരണ നമ്മള് പോലീസുകാരുടെന്ന് അല്ലെങ്കിൽ സിറ്റിയിലെ മെയിൻ ആൾക്കാരുടെ അടിച്ചു മാറ്റുന്ന പൈസ, പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ അടിച്ചു മാറ്റുന്ന റോബേഴ്സിന്റെ മനസ്സിലായ കള്ളന്മാരുടെ നമ്മൾ ഈ പ്രാവശ്യം പൈസ അടിച്ചു മാറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന ജോലിക്ക് ഒരു തെറ്റുമില്ല. ഈ റോബറി അത്യാവശ്യം നല്ല പൈസ കിട്ടാനുള്ള വകുപ്പുണ്ട്. കിണ്ടിക്കുട്ടാ എത്ര കാലമായി അന്ന് മറ്റേ മഞ്ഞത്ത് മറ്റേ ലവനെ പിടിക്കാൻ പോയതല്ലേ നമ്മള്. ശേഷം കിണ്ടിനെ കണ്ടിട്ടില്ല. അപ്പൊ ഇവൻ നമ്മുടെ കൂടെ വരത്തില്ല, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണോ? പ്ലാൻ മാത്രം ഇട്ടിട്ട് അങ്ങ് ഉണ്ടാക്കാൻ നീ ആരോടാ പണി എടുക്കുന്ന? നമ്മളും പൈസ മൊത്തം ഇവന്റെ ഒക്കെ അണ്ണാക്കിലോട്ട് തിരിച്ചു കൊടുക്കണമല്ലോ ഇനി. ഇയാള് പറഞ്ഞെന്ന് വെച്ചാലേ ഇപ്പൊ ഒരു ട്രെയിൻ വരും. ആ ട്രെയിനകത്ത് ഫുള്ള് കള്ളന്മാരും പിടിച്ചുപറിക്കാരനും മറ്റേ കൊലപാതകളും മൊത്തം ടൈപ്പ് ടീംസാണ് മൊത്തം. അവന്മാരെ മൊത്തം അടിച്ച് പണ്ണി താഴെ ഇട്ട് ആ ട്രെയിനും എടുത്ത് നമുക്ക് പോകണം. പോയി കഴിഞ്ഞ് നേരെ ചെല്ലുന്ന ഒരു ബിൽഡിങ്ങിലാണ്. ആ ബിൽഡിങ് മൊത്തം എരുമയായിരിക്കും. അവിടെ അടിയോടടി എന്നാണ് ഇയാൾ പറഞ്ഞത്. ആ അടിയുടെ ഇടയ്ക്ക് ഇയാൾ വരും, ഇയാളുടെ പിള്ളേരുമായിട്ട് വരും എന്നൊക്കെയാ പറഞ്ഞത്. അപ്പം ആ ബിൽഡിങ്ങില് സെക്കൻഡ് ഫ്ലോറിൽ എന്തോ ലൂട്ടുണ്ട്, അതിന്റെ ഒരു വീതം നമുക്ക് തരുമെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ട്രെയിൻ അടിച്ചു മാറ്റണം. റെഡിയല്ലേ സ്നേഹിപ്പേ? ട്രെയിൻ ഇപ്പോൾ വരും, ചാടിയും കയറിയാൽ മതി. എടാ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ട്. എടാ ഇതെങ്ങനെ കയറുന്നതെന്ന് വല്ല അറിയാവോ? ഞാൻ തൽക്കാലം പുറത്തേക്കാം, എന്നിട്ട് പറ്റുവാണെങ്കിൽ ചാടി കയറാൻ നോക്കാം. ട്രെയിൻ ഇനി ഞാൻ കയറിട്ട് പിടിക്കാം. കയറി തൂങ്ങി ട്രെയിനിൽ കയറാനാണെങ്കിൽ എന്നെ പൊക്ക്, നീ ചത്തു. അടി കിട്ടണേ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ ചാടിക്കോ. ചാടി പിടി. ഇന്ന് പിടിച്ചിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. നമ്മുടെ ആദ്യത്തെ ട്രെയിൻ റോബറിയാ സ്നേഹിപ്പേ. ഇതൊരു 1.5 റോബറി ആക്കണം നമുക്ക്. വണ്ടി പോയി. നമ്മുടെ ആദ്യത്തെ ട്രെയിൻ റോബറിയാ സ്നേഹിപ്പേ. ഇതൊരു 1.5 റോബറി ആക്കണം നമുക്ക്. പറഞ്ഞു ട്രെയിൻ പോയെന്ന്. സ്നേഹിപ്പേ സാധാരണ ഞാൻ നേരത്തെ പറയാൻ നിന്നോട് ഫ്രണ്ടിൽ പോയി നിൽക്കാൻ. അപ്പൊ അവന് മൂറ്റാൻ പറ്റത്തില്ലെന്ന്. സ്നേഹിപ്പേ മഞ്ഞായി കുഴപ്പമില്ല, ഇച്ചിരി തണുക്കട്ടെ. സ്നേഹിപ്പേ ട്രെയിൻ വരുന്നുണ്ട്. സാധാരണ 1 പഴച്ചാൽ 3 നമ്മൾ 1 പഴച്ചാൽ 2 പോയത്. സ്നേഹിപ്പേ ഡ്രൈവറിനെ ആദ്യം അങ്ങ് വെടിവെച്ച് കിട്ടാൻ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളടാ. ഞാൻ എന്താ ഫ്രണ്ടിലോട്ട്. ഇനി ഒന്നുകൂടെ. വേറെ ഡ്രൈവർ അവിടെ. ഡ്രൈവറില്ലേ ഇതിനകത്ത്? സംഭവം ട്രെയിനൊന്നും തട്ടിയതാ, ചാടാൻ നോക്കിയതാ, ചാടി കയറാൻ നോക്കിയതാ. എടാ ഞാൻ ഒരു കാര്യം പെട്ടെന്ന് എന്നാ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി നിൽക്കാം. പട്ടി അവന്റെ അണ്ണാക്കിലോട്ട് ചാടിയേക്കുന്നു. ആദ്യേ നമ്മുടെ പ്ലാൻ വെച്ചിട്ട് ട്രെയിനിന്റെ ബാക്കിൽ അങ്ങ് പോണം. ഗണ്ണുണ്ട് KGF-ലെ മൂത്തമ്മയൊക്കെ ഇരിക്കുന്നകത്ത്. ഓക്കെ നൈസായിട്ട് പുറകെ പോവാ. ചാടി ഞാൻ ചാടി. സ്നൈപ്പേ ട്രെയിനിൽ ഒറ്റൊരുത്തം ജീവനോടെ പോത്തില്ലല്ലോ. വാടാ പന്ന കൊല്ലടാ എല്ലാത്തിനും. ഓ ഏതാ സ്നൈപ്പ്? അവന്റെ കണ്ണാക്കിലോട്ട് ചാവട പന്ന. എല്ലാരും തീർത്തു കൊടുക്കടാ. ചാവട അവനൊന്നും അറിയത്തില്ല ഞാൻ ഓരോന്ന്. ചാവട സ്നൈപ്പേ സമയമില്ല നമുക്ക്. പടപ്പടയെന്ന് അടിച്ചിട്ടോ എല്ലാത്തിനും. അവനെ കൂടെ കൊല്ലണം കേട്ടോ. അവന്റെ ഇത്രയും പേര് ചത്തിട്ടും അവൻ വണ്ടി ഓടിച്ചു പോകാനുള്ള അവന്റെ ധൈര്യം ഉണ്ടല്ലോ. ഓക്കെ അപ്പൊ സ്നൈപ്പേ ഈ ഗുഹ കഴിഞ്ഞ് നേരെ മറ്റേ ബിൽഡിംഗ് ആണ്. അവിടെ ചെന്നാ മുട്ടനടി നാം പറഞ്ഞു. മിഷൻ കണ്ണ യൂസ് ചെയ്യാൻ പറ്റുമോ? എന്റെ മോനെ മൂത്തമ്മ. ആ കാര്യം ഞാൻ ഏറ്റി. നീ വണ്ടി ഒന്നോ പിടിയോടെ ചാവടല്ലോ.
ഇപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ ഇനി ആരടാ ആർക്കടാ തൊടേണ്ടത്? വാടാ, എല്ലാം ചാവ്. കഴിഞ്ഞോടാ നിന്റെ ഒക്കെ. അൺലിമിറ്റഡ് ആണ്. ഏതാ ചെറിയ അവന്മാരൊക്കെ. ഓ, ഇവിടെ ലോക്കാണല്ലോ. നീ അകത്ത് കയറിയാ? എടാ ഇവിടെ 3 പേരുണ്ടോ? ഇവന്മാരെ 3 പേരെ വേണം. അവന്മാരെ കെട്ടിയിടാൻ നോക്ക് അവന്മാരെ. ബാക്കിയുള്ളവന്മാരെല്ലാം തൂത്തുവാരി എടുത്ത് അടിച്ചോ. ഇത് അവന്മാര് പുറത്തിറങ്ങി ഓടുന്നേ നമ്മുടെ ട്രെയിനിന്റെ അതുവഴി. അളിയോ എന്നെ കൊണ്ടതാ. എടാ അവന്മാര് ട്രെയിനിൽ കയറിയടാ. എടാ അവന്മാര് ട്രെയിനിൽ കയറി മൂത്തമ്മ വെച്ച് വെടിവെക്കുന്നു. കുഴപ്പമില്ല, ഇത് നമ്മൾ പിടിച്ചെടുക്കടാ. നീ പിടിച്ചു കിട്ടും, ഞാൻ മറ്റേ മൂത്തപ്പ വെച്ച് വെടിവെക്കാം. നീ മൂത്തപ്പ എടുക്കാനാ? ഒന്നുകൂടി ഇത് റീട്രൈ ചെയ്യും. മൂത്തമ്മേൽ അവനെ കൊന്നു. അതിനടുത്ത് മലത്തിക്കോ. ഫ്രണ്ടിലെടുത്താണോടാ? ഫ്രണ്ട് എടുത്താൻ അവനെ എടുത്ത. അവൻ്റെ ഒണ്ണാക്കിരു ചോവടം. ഞാൻ മേളിലോട്ട് കയറി നോക്കണേ. ഇനി മറ്റേമാര് 3 പേരും. ഡു നോട്ട് ഡിസ്റ്റർബ്. തുറക്കടാ. ഇവിടെ 4 പേരുണ്ടോ അവന്മാര്? പിടിച്ചിട്ട് ലോക്കാണ്, ഡോർ ലോക്കാണ്. അവന്മാര് ഇവിടെ ഉണ്ട്. പിടിച്ചു കേട്ടൊരുത്തനാ. ഇതെങ്ങനെ അകത്ത് കയറി? ഇവിടെ ഇപ്പം വഴി കണ്ടുപിടിക്കണം. അവന്മാരുടെ അകത്ത് ഒളിച്ചിരിക്കുക 4 കൂടെ. അവന്മാര് പുറത്തോട്ട് വരുവാണെങ്കിൽ തട്ടിയേക്ക്. ഒളിച്ചിരിക്കുക അവനൊക്കെ. ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്ന്. എടുത്തെടുത്ത് ഒരുത്തന്നെ അവനെ കൊന്നപ്പോ കിട്ടിയടാ. അവന്മാരിപ്പോ ഓടി വരുന്നുണ്ട്. പിടിച്ച് എടുത്തിട്ട്. ഓക്കെ, ഒരുത്തനെടുത്ത. എവിടെ പോടാ? ഓക്കെ, 2 പേരെടുത്ത്. ഒരുത്തനോടുണ്ടാ. എവിടെ പോയി ഒളിച്ചിരിക്കോടാ അപ്പൊ നീ? ഇവന്മാരെ നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. കൊന്നേക്കും എല്ലാത്തിനും. ഇവനെ കെട്ടിയിട്ട് കൊല്ലണ്ട അല്ലാതെ കൊല്ല അല്ലേ? അതല്ല അതിന് രസം. നമ്മളെ കുറെ കഷ്ടപ്പെടുത്തിയതല്ല നീ. അവന്റെ ഇവിടെ നെഞ്ചത്തൂത്തി കൊല്ല. അല്ല ലൂട്ട് ചെയ്യണം ഇവന്മാരെ ലൂട്ട് ചെയ്യണം. ഇവന്മാരുടെ കയ്യില് മേളിലൊരുത്തുണ്ട്. അവനെ കൂടെ പോയി ലൂട്ട് ചെയ്യട്ടെ. ഓക്കെ നമുക്ക് കിട്ടാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. അവന്മാരുടെ 4 പേരുടെ അതിനകത്ത് 2 പേരുടെ കയ്യിലായിരുന്നു സാധനം ഉള്ളത്. ആ സാധനം എടുത്തിട്ടുണ്ട്. കേറ് വിട്ടോ. ആരോഗ്യം ഒന്ന് വിട്ടോ. എൻ്റെ അമ്മോ, 1 ലോഡ് ആൾക്കാരുണ്ട്. എടാ ചാവില്ല. എടാ 1 2 ഒന്നുമല്ല എൻ്റെ അമ്മോ. കുതിരേനെ മറിച്ചിടാൻ നോക്കടാ. അമ്മാരെ കൊന്നില്ല, കുതിരേനെ വെടിവെച്ചാൽ മതി. ഓക്കെ, നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ എസ്കേപ്പ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രാവിലെ ആയിരിക്കുന്നു. ഇനി നമ്മുടെ പൈസ അങ്ങോട്ട് കയ്യിലോട്ട് കിട്ടിയാൽ മാത്രം മതി. ബാക്കി പരിപാടി കഴിഞ്ഞു. ഇപ്പം അത്യാവശ്യം പൈസ ഒക്കെ കിട്ടി. അപ്പം ഒരു മിനിറ്റ് നമ്മളിപ്പോൾ എങ്ങോട്ടാ പോന്നെ? നമ്മളൊരു സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട് ഒരാള്. അവിടെ പോയി കഴിഞ്ഞാൽ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. വാലന്റൈൻ്റെ മണ്ടയില്. വാലന്റൈൻ ഇച്ചിരി രാത്രി ആയി കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമുണ്ട്. ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പാടില്ലാത്ത. എന്നാ ഇന്നൊന്ന് പോണല്ലോ സ്നേഹിത രാത്രിയില്ല ഇങ്ങോട്ട്. അപ്പൊ എങ്ങനാ?